ഭഗവതി സേവ. വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും സാധാരണ കേൾക്കുന്ന 2 ചടങ്ങുകളാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും. സന്ധ്യയ്ക്ക് ശേഷം ഹിന്ദു ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഐശ്വര്യലബ്ധിക്കായി നടത്തുന്ന പ്രീതികരമായ സാത്വിക പൂജയാണ് ഭഗവതി സേവ. ഇതിൽ വൈകുന്നേരം നടത്തുന്ന ഭഗവതി പൂജയിൽ ദുർഗാദേവിയെയാണ് സാധാരണയായി പൂജിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ നിറമുള്ള പൊടികൾ കൊണ്ട് കളം വരയ്ക്കുകയും അതിലേക്ക് ഏറ്റവും വൃത്തിയാക്കിയ നിലവിളക്ക് വയ്ക്കുകയും ചെയ്തതിനു ശേഷം ഈ നിലവിളക്കിലേക്ക് സങ്കല്പ ശക്തി കൊണ്ട് ദേവിയെ ആവാഹിച്ചാണ് പൂജ ആരംഭിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന കളത്തിനെ പത്മം എന്നാണ് പറയുന്നത്. ദുർഗാമന്ത്രം, വേദാന്തർഗതമായ ദേവീ സൂക്തം, ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിച്ച ശേഷം ലളിത സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താണ് പൂജ അവസാനിപ്പിക്കുന്നത്. മന്ത്രം എന്ന് പറയുമ്പോൾ ശാന്തി ദുർഗ മന്ത്രത്തിനോടൊപ്പം ഓരോ കാര്യത്തിനായി ഓരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കുന്ന പതിവുമുണ്ട്. ഉദാഹരണത്തിന് മംഗല്യസിദ്ധിക്കായി സ്വയംവര മന്ത്രവും സർവകാര്യ വിജയത്തിനായി ജയദുർഗാ മന്ത്രവും ഭയത്തിൽ നിന്നുള്ള മോചനത്തിനായി വനദുർഗാ മന്ത്രവും പശ്യത്തിനായി ആശ്വാരൂഢ മന്ത്രവും ബാധപ്രവേശ ശമനത്തിനായി ആഗ്നേയ തൃഷ്ടുപ്പും ഇങ്ങനെ പ്രത്യേകം ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. താമരപ്പൂവ് നിർബന്ധമാണ്. ചുവന്ന പുഷ്പങ്ങൾ ആണ് മറ്റു പൂക്കളായി വേണ്ടത്. എത്രയും കൂടുതൽ പൂവുണ്ടോ അത്രയും നന്ന്. ഇതിനോടൊപ്പം പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദ്യവും വെക്കണം. ചന്ദനം, തീർത്ഥം, പുഷ്പം, ഗന്ധം, ദീപം എന്നിവയുടെ കൃത്യമായ സമർപ്പണം ആണ് പഞ്ചോപചാര പൂജ. ഭഗവതി സേവ ലളിതമായും വിപുലമായും നടത്താറുണ്ട്. വിപുലമായി നടത്തുമ്പോൾ അത് 3 നേരത്തെ പൂജയാണ്. അതിനെ ത്രികാല പൂജ എന്നറിയപ്പെടുന്നു. ദുരിതമോചനത്തിനായാണ് ത്രികാല പൂജയായി ഭഗവതി സേവ നടത്താറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശാന്തി ദുർഗ മന്ത്രം പ്രത്യേകം ഉപയോഗിക്കുന്നു. നിവേദ്യം 3 നേരം വ്യത്യസ്തവുമാണ്. രാവിലെ മഞ്ഞപ്പൊങ്കലും ഉച്ചയ്ക്ക് പാൽപായസവും വൈകിട്ട് കടും പായസവുമാണ് നിവേദ്യങ്ങൾ. സാധാരണയായി വൈകിട്ട് 1 നേരം മാത്രം കടും പായസം നേദിച്ച് ലളിതമായ പൂജയാണ് നടത്താറുള്ളത്. പക്ഷേ ദോഷങ്ങളുടെ കാഠിന്യമനുസരിച്ച് 3, 7, 12 തുടങ്ങിയ ദിവസങ്ങളിൽ അടുപ്പിച്ച് നടത്തുന്നതും പതിവാണ്. മാസം തോറും അവരവരുടെ ജന്മനക്ഷത്ര ദിവസം പതിവായി ഇത് നടത്തുന്നത് ഏറെ നല്ലതാണെന്ന് കരുതപ്പെടുന്നു. പൗർണമി ദിവസം ഭഗവതി സേവ വീട്ടിൽ നടത്തുന്നത് ദേവീപ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠവുമായാണ് വിശ്വസിക്കുന്നത്.